ഇനി സാൻഡലൈസ് എ ടെസ്റ്റിൻ്റെ സ്റ്റെപ്സാണ്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സമ്മേഷൻ ഡി ഐ. അതെങ്ങനെ കിട്ടുക വെച്ചാൽ സബ്ട്രാക്ട് ഹൈപ്പോത്തറ്റിക്കൽ മീൻ ഓഫ് പോപ്പുലേഷൻ ഫ്രം ഈച്ച് ഇൻഡിവിജ്വൽ എച്ച് ഐ. ഹൈപ്പോത്തറ്റിക്കൽ മീനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് മ്യൂ എച്ച് എന്ന് പറഞ്ഞിട്ടാണ്. അത് ജസ്റ്റ് തിയറി ആയിട്ട് പഠിക്കാനുള്ളൂ. ദെൻ സമ്മേഷൻ ഡി ഐ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സമ്മേഷൻ ഡി ഐ സ്ക്വയർ. പിന്നെ ഈ സമ്മേഷൻ ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഡി ഐ ഹോൾ സ്ക്വയർ. ശരി ചെയ്യുന്നത് 2 ഡിവൈഡഡ് ബൈ 1 സ്ക്വയറാണ്. അപ്പോൾ ഈ എഴുതുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഈ സ്ക്വയർ ആ ബ്രാക്കറ്റിന് പുറത്താണ് വരേണ്ടത്. പിന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും ടേബിൾ വാല്യൂ കിട്ടും. ടി ടേബിൾ പോലെ തന്നെ ഇവിടെ എന്നാണ് സൈസ് സംഖ്യ n-1 ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ നമുക്ക് എന്ത് വേണം, ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് എ ഫൈൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ ഇവിടെ റിജക്റ്റ് എച്ച് നോട്ടാണ്. നമ്മൾ നേരത്തെ ടി ടെസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ ആക്സെപ്റ്റ് എച്ച് നോട്ടാണ്. നമ്മുടെ ടി ടെസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് particular impurity in a batch of certain chemical product in a random variable with a mean 4 gram. അപ്പം മ്യൂ 4 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1.5 ആണ്. if 50 batches are independently prepared n equal to 50 ആണ്. പിന്നെന്താ ഉള്ളത്, what is probability that average amount of impurity H is between 3.5 and 3.8. അപ്പോൾ H bar lies between, probability of H bar lies between 3.5 less than H bar less than 3.8. നമ്മളിതിനെങ്ങനെ സ്റ്റാൻഡേർഡൈസ് ആക്കുക, എല്ലാ വാല്യൂവിനെയും സ്റ്റാൻഡേർഡൈസ് ആക്കാൻ വേണ്ടിയിട്ട് മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ 4, 3.5 മൈനസ് 4 ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് 10. സിഗ്മ ബൈ റൂട്ട് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചപ്പോൾ 0.2121 കിട്ടിയത്. അപ്പോൾ 3.5 മൈനസ് 4 ബൈ 0.2121 ആയി. അതേപോലെ തന്നെ അപ്പുറത്തും അതുപോലെ ചെയ്യാം. ഇതെന്തിനാ ആക്കണത്, നോർമൽ ടേബിളിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൈനസ് 2.36 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 0.94. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതും കൂടി നിങ്ങൾ ചെയ്യണം, ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഇത് മുതലറിയാം. പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ മൈനസ് 0.94 പകരം നമുക്ക് എന്ത് ചെയ്താം, പി ഓഫ് 0 ലെസ് ദാൻ ഈ ഒരു റീജിയനിൽ കിട്ടണതിന് പകരം ഇതേ സെയിം ആയിരിക്കും എന്ത് പ്രോബബിലിറ്റി ഓഫ് 0.94 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2.36. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2.36 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.94. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ, അതിന് നമുക്ക് 12ാമത്തെ പേജിൽ നിന്നാണ് പറ്റുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് സെക്കൻഡ് മൊഡ്യൂളിലുണ്ട് കേട്ടോ. സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ. അടുത്ത് നമുക്ക് ഇത് ചോദിച്ചിട്ടില്ല, പക്ഷെ നന്നായി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. പോയിൻറ്റ്സ് ടു റിമെമ്പർ ബൈ റിസർച്ച് ഓൺ സെലക്റ്റീവ് സൈസ് ഓഫ് എ സാമ്പിൾ. നമ്മൾ പോയിൻറ്റ്സ്, ഏതൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ എന്നാണ്. ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് നേച്ചർ ഓഫ് യൂണിവേഴ്സ്. അതായത് ഹോമോജീനസ് ഉണ്ട്, ഹെട്രോജീനസ് ഉണ്ട്. ഹോമോജീനസ് മീൻസ് ഒരുപോലത്തെ, ഹെട്രോജീനസ് മീൻസ് ഡിഫറെൻ്റ് ടൈപ്പ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് ഹോമോജീനസ് ആണെങ്കിൽ നമ്മൾ ചെറിയ സാമ്പിള് സെലക്ട് ചെയ്യുക. യൂണിവേഴ്സ് വലിയ ഹെട്രോജനസ് ആണെങ്കിൽ വലിയ സാമ്പിൾ സെലക്ട് ചെയ്യാം. രണ്ടാമത്തത് നമ്പർ ഓഫ് ക്ലാസ്സസ് പ്രപ്പോസർ. ലാർജ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് സാമ്പിൾ സെലക്ട് ചെയ്യുക. സ്മോൾ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്മോൾ സാമ്പിൾ സെലക്ട് ചെയ്യുക.
ഇനി മൂന്നാമത്തെ നേച്ചർ ഓഫ് സ്റ്റഡി. അപ്പോൾ ഈ ജനറൽ സർവേ എപ്പോഴും ലാർജ് സാമ്പിളിലാണ് കണ്ടക്ട് ചെയ്യുക. ടെക്നിക്കൽ സർവേ ആണെങ്കിൽ സ്മോൾ സാമ്പിളിലാണ് കണ്ടക്ട് ചെയ്യുക. നാലാമത്തെ ഇത് ടൈപ്പ് ഓഫ് സാമ്പിളിങ്. അതെന്താ വെച്ചാൽ സാമ്പിളിങ് ടെക്നിക്ക് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിറ്റർമിൻ സാമ്പിൾ സൈസ്. സ്മോൾ സാമ്പിൾ ഈസ് ആപ്റ്റ് ടു ബി മച്ച് സുപ്പീരിയർ ടു ലാർജർ ബട്ട് ബാഡ്ലി സെലക്റ്റഡ് സാമ്പിൾ. ഇവിടെ പറയണത് ചെറിയ സാമ്പിൾ സെലക്ട് ചെയ്യാണ് ആപ്റ്റ് വൺ ചില കേസിൽ. പക്ഷേ ആ എടുക്കുന്ന സാമ്പിൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ഇനി നാലാമത്തെ പറയുന്നത് ടൈപ്പ് ഓഫ് സാമ്പിളിങ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഓഫ് അക്യുറൻസി ആൻഡ് ആക്സെപ്റ്റബിൾ കോൺഫിഡൻസ് ലെവൽ. ഇവിടെ പറയണത് കൂടുതൽ അക്യുറൻസിക്ക് ലാർജ് സാമ്പിളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അക്യുറൻസി ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സഡ് സിഗ്നിഫിക്കൻസ് ലെവലിൽ അക്യുറൻസി ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ സാമ്പിൾ സൈസ് എന്ത് ചെയ്യണം, 4 times ആക്കണത്. ഇതേപോലൊരു റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്. ഇപ്പം എനിക്ക് കുറച്ച് എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ ചെറിയ സാമ്പിൾ എടുത്തിട്ട് പഠിച്ചാൽ മതി. എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ ലാർജ് സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് പഠിക്കാം. ഇനി അതർ കൺസിഡറേഷൻ, നേച്ചർ ഓഫ് യൂണിറ്റ്, സൈസ് ഓഫ് പോപ്പുലേഷൻ, അതുപോലെ എത്ര ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, എത്ര ടൈം ഉണ്ട് നമ്മുടെ കയ്യിൽ, പിന്നെ കണ്ടീഷൻസ്. ഇതെല്ലാം ആണ് ഫാക്ടേഴ്സ് ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്. ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം. ഇനി n കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ഫോർമുല ഉള്ളത്. n × z², n = z²pq/e². n = z²pq/e². ഇനിയിപ്പോൾ നമുക്ക് ക്യാപിറ്റൽ N തന്നിട്ടുണ്ടെങ്കിലോ ആ ന്യൂമറേറ്ററിൽ n ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്റർ e²ൻ്റെ അടുത്ത് n-1 മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് മുകളിലത്തെ ടേം ഇല്ലേ അതൊന്നും കൂടി എടുത്ത് എഴുതാം. ആദ്യം മുകളിലത്തെ ടേം എന്തായിരുന്നു, z²pq, അത് ഒന്നും കൂടി എടുത്ത് എഴുതാം. അപ്പോൾ ഇൻഫൈനൈറ്റ് പോപ്പുലേഷന് n-ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക, z²pq/e². ഫൈനൈറ്റ് പോപ്പുലേഷന് n-ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക, z²pq N /e², N-1 പ്ലസ് z²pq. ഇനി 2022 നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ദ സാമ്പിൾ. അപ്പോൾ അവിടുന്ന് എന്ത് മനസ്സിലായി, n-ൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഇഫ് എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ ഓഫ് 400 items. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് 4000 items എന്ന് പറയുമ്പോൾ n-ൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, 4000. ബി ഡ്രോൺ ടു എസ്റ്റിമേറ്റ് ദ % ഡിഫക്റ്റീവ് വിത്തിൻ 2%. ഡിഫക്റ്റീവ് 2%ൻ്റെ ഇടയിൽ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇയുടെ വാല്യൂ ആണ് അവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇൻ്റെ വാല്യൂ എന്താണ്, 0.02 വിത്ത് 95.5% പ്രോബബിലിറ്റി. പക്ഷേ ഇവിടെ എന്ത് നമ്മൾ കണ്ടുപിടിക്കണം, 95.5% ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് വേണ്ടി സെഡിൻ്റെ വാല്യൂ 2.005 എന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെ പിയുടെ വാല്യൂ നമുക്ക് n കണ്ടുപിടിക്കണമെങ്കിൽ പിൻ്റെയും ക്യൂൻ്റെയും വാല്യൂ അറിയണം. ഇവിടെ ഇങ്ങനെ തരാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുക്കുകയാണ് p = 0.02, q = 1 - 0.02 0.98. ഇതെല്ലാം നമ്മൾ എടുക്കുന്നതാണ്, അല്ലാണ്ട് ഉള്ളതല്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കാറുള്ളത്. അപ്പോൾ ടെക്സ്റ്റിൽ ഇങ്ങനെ എഴുതിയത് കൊണ്ട് നിങ്ങളുടെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ N തന്നതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി, n = z²pq n N/e² N-1 പ്ലസ് z²pq. ഇതിൻ്റെ എല്ലാ വാല്യൂസും ഇട്ട് കൊടുക്കുക. അപ്പം 188 കിട്ടും. പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആകുമ്പോൾ വല്ല ചേഞ്ച് ഉണ്ടോ എന്ന ചോദ്യം. അത് പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആകുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ N ഇല്ലല്ലോ. അപ്പോൾ ആദ്യം പഠിച്ച ഫോർമുല സ്മോൾ ലെറ്റർ n = z²pq/e². അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അടുത്തത് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ,
Suppose a certain hotel management is interested in delivering the percentage of hotel's guests who stay for more than 3 days. The reservation manager wants to be 95% confidence interval. സെഡിൻ്റെ വാല്യൂ 1.96 എന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കുന്നത്, 95% that percentage has been estimated to within ±3%. ഈയുടെ വാല്യൂ 3/100.03 എന്ന് കിട്ടി. വാട്ട് ഈസ് മോസ്റ്റ് കൺസർവേറ്റീവ് സാമ്പിൾ സൈസ് നീഡഡ് ഫോർ ദ പ്രോബ്ലം? മോസ്റ്റ് കൺസർവേറ്റീവ് സാമ്പിൾ സൈസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പിൻ്റെ ക്യൂൻ്റെ വാല്യൂ ഈക്വലായി കൊടുക്കണം. പിൻ്റെ ക്യൂൻ്റെ വാല്യൂ ഈക്വൽ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ കൊടുക്കാനേ പറ്റുള്ളൂ? P = Q = 0.5. അപ്പം അത് നമുക്ക് കിട്ടി. എന്താ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അടുത്തത് ബയേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്. ഇതും ഒരു തിയറി പാർട്ടാണ്. ഇത് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. ബയേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക് എന്താ പറയുന്നത്? ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് സാമ്പിൾ ഇൻഫോർമേഷൻ. EVSI എന്ന് ഷോർട്ടായിട്ട് എഴുതും. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് സാമ്പിൾ ഇൻഫോർമേഷൻ ഫോർ എവരി പോസിബിൾ n. രണ്ടാമത്തെ പറയുന്നത് ഓൾസോ വർക്കൗട്ട് റീസണബിളി അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഫോർ ടേക്കിംഗ് എ സാമ്പിൾ ഓഫ് എവരി പോസിബിൾ n. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് സാമ്പിൾ ഇൻഫോർമേഷൻ ഓരോ എന്നിന്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ടേക്കിംഗ് എ സാമ്പിൾ ഓഫ് എവരി പോസിബിൾ n. ഇനി ഓരോന്നിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയണതാണ്. പിന്നെ കമ്പയർ EVSI ആൻഡ് കോസ്റ്റ് ഓഫ് സാമ്പിൾ ഫോർ എവരി പോസിബിൾ n. 1, 2 പറഞ്ഞില്ലേ, ആ 2 കൂടി മൈനസ് ചെയ്യുക. EVSI മൈനസ് കോസ്റ്റ് ഓഫ് സാമ്പിൾ. അതിന് ഞാൻ ENG എന്നാണ് എഴുതണത്. ഫ്രം 3 we get optimal value of n which maximize the difference between EVSI and cost. From 3 we get optimal value of n which maximize the difference between EVSI and cost. മൂന്നാമത്തേന്ന് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുമെന്നാണ് പറയണത്. ആദ്യം EVSI എഴുതുക. EVSIൻ്റെ ഫുൾ ഫോം എഴുതുക. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് സാമ്പിൾ ഇൻഫർമേഷൻ ഫോർ എവരി പോസിബിൾ n. പിന്നെ അതിന് വരുന്ന ഓരോ എന്നിന് വരുന്ന കോസ്റ്റ് എന്താണെന്ന് എടുക്കുക. മൂന്നാമത് പറയണത് അത് 2 കൂടി മൈനസ് ചെയ്യുക. നാലാമത് പറയണത് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരികയാണ് എപ്പോഴാണ്? ഈ സാധനം മാക്സിമൈസ് ചെയ്യുമ്പോൾ.